സായിനെ വിളിച്ച് കാശ് ചോദിക്കട്ടെ. എമർജൻസി ഒരു 10,000 രൂപ അയച്ചു തരും. 10,000 തരും. ഒരു 25,000 ചോദിക്കും. 50 ചോദിക്കും. നോക്കാം. സായിനൊന്നും വിളിക്കുന്നോ? വിളിച്ചോ. ഹലോ, സായ എവിടെ ഉള്ളേ? കയ്യിലെന്തേലും ഫണ്ട് ഉണ്ടാ വെച്ചത്? കയ്യിലെന്തേലും ഫണ്ട് ഉണ്ടാ? ഒരു 50. അതൊന്ന് അയക്കോ? ഓക്കെ. ഹലോ സായി, പ്രാങ്ക അയക്കണ്ട പ്രാങ്ക. അല്ല, ആദ്യം നമ്മള് പ്രാങ്ക് ചെയ്തിട്ട് നിന്നെ വിളിച്ചിട്ട് തൊപ്പിനെ പോലീസ് വിളിച്ചോണ്ടുപോയി എന്നെല്ലാം പറയാന്ന് വിചാരിച്ചാ. പിന്നെ അത് മാറ്റിട്ട് കടഞ്ഞു ചോദിക്കാതാക്കി. ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കൊടുക്കാം. മെഹറില്ലേ, മെഹർ, അവളെ വെച്ച് ഇന്റർവ്യൂ. എന്തായാലും നീ കൊടുക്കാതല്ല, അത് ഡബ്ല്യൂടാ കാര്യം. എല്ലാരും കയ്യടിയാ. എടാ അപ്പൊ ഓക്കെ, എടാ ഞാൻ ഇന്റർവ്യൂ ആയിട്ട് വിളിക്കാം. ഇനി അടുത്തത് അടുത്ത ടയർ മീറിന്റെ ടയറിലെത്തിന് നമ്മൾ നോക്കുന്നു. വാ അതാ ചെയ്യാത്ത പരിപാടി. ലിറിക്സ് നോക്കി പാടാലോ. ജീവിതത്തിൽ പാട്ട് പാടാൻ പറ്റുന്നുണ്ടോ? പാട്ട് കേൾക്കാൻ പറ്റിയില്ലേ? പാട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. അൽവ കണ്ണാലെ സൽവാർ ചെണ്ടോളെ പൽവാള് ദേവൻ ഞാൻ സെൽവാക്ക് ഇല്ലാതെ തൊണ്ടയ്ക്കുള്ളാലേ നിന്നെ കണ്ടാലേ നുങ്കിൻ തള്ളാലേ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം. പാട്ടോടെ നമ്മള് കേട്ടില്ല. ഉള്ളിലൊരു കലാകാരനുണ്ട്. തൊപ്പിന്റെ പ്രപ്പോസലാണ് നമ്മൾ ചെയ്തത്. അത് കുഴപ്പമില്ല. എന്നെ പ്രപ്പോസ് ചെയ്യണ്ട, വേറെ ഇവിടെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്താൽ മതി. ഇവിടെ അത് കുഴപ്പമില്ല. അങ്ങനല്ല, ഞാൻ എന്റെ കാര്യം വെച്ചിട്ട് അയ്യോ പറഞ്ഞത്, നിന്റെ അല്ല. ഓക്കെ. ഹായ് മെഹർ. ഹായ് തൊപ്പി. സുഖല്ലേ? സുഖം. എന്താ പരിപാടി? ഓ, ഇന്റർവ്യൂ ഇരിക്കുന്നു. സുഖല്ലേ? സുഖാണ്. തൊപ്പിക്ക് സുഖല്ലേ? എനിക്ക് സുഖം. അത് എത്ര കാലമായിട്ട് സിംഗിൾ ആയിട്ടിരിക്കണ? സിംഗിൾ ആയിട്ടിരിക്കണത് സിംഗിൾ ആയോണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ? വേറെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാവും? ഇല്ല, ഇതുവരെ. പണ്ട് മീൻസ് പണ്ടെന്ന് പറഞ്ഞൊരു 2 കൊല്ലം മുന്നേ. അതാണ് പണ്ട്. എന്റെ പണ്ട് 2 കൊല്ലം മുന്നേ. എത്രാം ക്ലാസ്സിലാ? എത്രാം ക്ലാസ്സിലാണോ? കോളേജൊക്കെ കഴിഞ്ഞു. എന്നാ നീ പറ, ഒന്ന് പറഞ്ഞാ എന്തേലും. നമുക്ക് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോ അതിലേക്ക് പോയാൽ മതിയോ? എനിക്ക് അങ്ങനെ പറ്റും. എനിക്ക് പെട്ടെന്ന് ഒരു ഒറ്റ വാക്കിൽ പ്രപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കൂല. ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് വീട് എവിടെയാ, എന്ത് ചെയ്യുന്നു, അങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോ പ്രപ്പോസലിലേക്ക് എത്തലല്ല. അങ്ങനെയല്ലേ അത്? അങ്ങനെയല്ലേ അതിന്റെ ഒരു പരിപാടി അല്ലെ? ഞാൻ മറന്നുപോയി. അങ്ങനെയല്ലേ അതിന്റെ പ്രോസസ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാരും ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിന്റെ ഇടയിൽ പ്രപ്പോസ് ചെയ്ത് കാണിക്കല്, ഡയറി കൊടുക്കുന്ന പ്രപ്പോസ് ചെയ്ത് കാണിക്കുന്ന. ഈ പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. നമ്മള് സംസാരിച്ച് മെല്ലെ അതിലേക്ക് എത്തിക്കാൻ പറ്റും. അല്ലാണ്ട് ചെയ്താൽ ഭയങ്കര ക്രിഞ്ചല്ലേ, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ വഴിയെ പ്രപ്പോസ് ചെയ്യും. അടുത്ത പരിപാടി. വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തി, ഞാൻ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാ? ഇല്ല, ട്രിപ്പിനി കുറച്ചു നാൾ കഴിഞ്ഞിട്ട് പോളൂ. നമ്മളെ ഗ്യാങ്ങിൽ ഇതൊരു ഗേൾ വന്നിട്ടല്ല. ടീഷർട്ട് അടിക്കണം. ചാറ്റിനോട് വെച്ചിട്ടേ പറയാൻ പറ്റും. ചാറ്റ് നിങ്ങൾ പറയാം. അല്ല ഇത് ലൈവ് അല്ല. ഓക്കെ, ഞാൻ ലൈവില് ചാറ്റിനോട് ചോദിച്ചിട്ട് പറയാം. മേറും ഡബ്ല്യു വന്നതല്ലാന്ന്. ഓക്കെ, ഇത് കാണുന്നവര് കമന്റ് അങ്ങനെയല്ല, ഇത് അല്ല അവർക്ക് മനസ്സിലാവും, ഓഡിയൻസിന് മനസ്സിലാവും. ഗൈസ് മെഹർ ഡബ്ല്യു വന്നതല്ലാന്നൊന്ന് കമന്റ്. അത് നമുക്ക് നോക്കിയിട്ട്
നമുക്ക് ഡബ്ല്യു ആണോ അല്ലാന്നോ നിങ്ങൾ കമന്റ് ചെയ്യും. ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് ഗ്യാങ്ങിലേക്ക് എടുക്കാം. നോക്കാം. എന്ത് മനസ്സിലായില്ല? ഓ ഡബ്ല്യു അറിയില്ല. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിന്ന്, എൽ എന്ന് പറഞ്ഞാൽ ലൂസ്. വിന്ന് ലൂസ്. തോൽവിയോ പരാജയമാണോ ജയമാണോ അത്രേ ഉള്ളൂ. ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്കുള്ള ഇതാണ് സംശയമാണ്. ഈ ഡബ്ല്യു എല്ലോ എന്താണ്? കാരണം ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഡബ്ല്യു എല്ലോ ആണ്. അപ്പോൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിന്ന്, എൽ എന്ന് പറഞ്ഞാൽ പരാജയം, എൽ ലോസ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മള് ഡം ഷാറ്റ്സ് ആണ് കളിക്കാൻ പോണത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് മൂവീസിന്റെ പേരുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഓരോന്ന് തരും, അഭിനയിച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനിവരെ അഭിനയിച്ച് പോയിന്റ് അവര് പറയണം അല്ലെ? ഓക്കെ, ഫസ്റ്റ് എന്തിനാ കൈയടിക്കുന്നു? വെറുതെ ഞാൻ എന്ത് ചെയ്താലും നിങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യാലോ. പോയി. ഓക്കെ, ഫസ്റ്റ് ജാസി. ജാസിയാണ് മോനെ ഫസ്റ്റ്. ഇതെന്തൊക്കെ അടിച്ചാ പോട്ടത് അവരുടെയൊക്കെ എന്നിട്ട് നമ്മളെ അഭിനയിച്ച് കാണിക്കാം. ലീല കാണിക്കണ്ടേ? നോക്കല്ലേ, വേറെ ആരും നോക്കല്ലേ. ഒരു മിനിറ്റ്. കല്ല്, കൂലി, പാറ, കഷ്ടപ്പാട്, കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, ദയനീയാവസ്ഥ, അപമാനം, അല്ല എന്തോ കഷ്ടപ്പാടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കല്ല്, വ്യായാമം, അല്ല കഷ്ടപ്പാടാണ്, കഷ്ടപ്പാടാണ്. ഹാർഡ് വർക്ക്, ജിംഖാനോ, ബോഡി ബിൽഡിംഗോ, കട്ട, ഡംബിൾസാ, ഹാർഡ് വർക്ക്, ബോഡി ബിൽഡിംഗ്, ബോഡി ബിൽഡിംഗുമായിട്ട് ഹാർഡ് ഹാർഡ് കഷ്ടപ്പാട്, കഷ്ടപ്പാട്. അതിന്റെ മലയാളം ഇത് ഭയങ്കര ഇതാണ് ടഫ്. ഇത് ഇല്ല ഒന്ന് കഷ്ടപ്പായിട്ട് പറയാം. ബുദ്ധിമുട്ട്, അതിന്റെ മലയാളം അല്ലേ? പ്രയത്നം, പ്രയാണം. എടാ ആരും പുറത്തുനിന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കഠിന കഠോരമീ. നടത്തിന്റെ ശരിക്കും പേര് കഠിന കഠോരമീ അണ്ടകട. ഇത് നായകൻ ആസിഫലിയാൻ തോന്നുന്നു. ഓക്കെ, അടുത്ത മമ്മദിനോട് എന്താ പറയാ? കാണിക്കേ. നിന്റെ മൂടാകും. അതിന്റെ മുഖല്ലേ സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാല്, ടൊവിനോ, സംസാരിക്കരുത്. ടൊവിനോ, ബേസിൽ ജോസഫ്, അല്ലു അർജുന്, പൃഥ്വിരാജ്, ആക്ഷൻ കാണിച്ചിട്ട് തന്നെ ചെയ്യട്ടെ. നിങ്ങൾ സംസാരിക്കുന്നത് നാളെയാണോ? ഉമ്മ, കിസ്, മുത്തുകവ്, മുത്തുകവ്, മുത്തുക, കിസ്, ചുംബന സമരം അല്ല, പുഷ്പ, കിസ്സിലാണ് തുടങ്ങുന്നത്. സുഡാനി, മറ്റേ കൊരങ്ങിന്റെ സീനായിരിക്കും. ഈ തലക്കാണിക്കതാ കുറച്ചു നേരം അവിടെ കാണിച്ചു കൊടുക്ക്. അന്നേരം വക്കീൽ പറയാൻ പറ്റില്ല. ഇല്ല ഞാൻ മിണ്ടുള്ള മസില ചുണ്ടുകടി അല്ല ലൈംഗിക കാമസൂത്രം പഠിക്കണേ. സത്യം പറഞ്ഞോ? കാമായിട്ട് വന്നോണ്ടാ. കാമം പ്രേമം പ്രേമം കാമം തന്നെ. പ്രേമാലു പ്രേമ കാമസൂത്രം കാമുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്? കാമസൂത്ര ഇല്ലല്ല അപ്പൊ കാമുമായിട്ട് വന്നോണ്ട് കലഹം, കാമിനി, കമ്പിക്കഥ അല്ലേ ഞാൻ പറയും. രതിനിർവേദം,
ഇതൊന്നും നമ്മക്കറിയില്ല. അതെന്താ നിനക്കറിയാത്തത്? എനിക്ക് ഇങ്ങനെ ആക്കിയാ പോലെ അങ്ങനെയൊക്കെ മനസ്സിലാവും. പിന്നെ മനസ്സിലാവില്ല. എടാ നീയല്ലേ സ്ത്രീ വിരോധി. ഇതാ പരിപാടി. എല്ലാം മുന്നേ പകരം പ്രശ്നമില്ല.